വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. LDC ചലഞ്ചിന്റെ ഡേ 6 ആണ് ഇന്ന്. ഇന്നത്തെ വിഷയം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളും പ്രതീക്ഷിത ചോദ്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സിന്ധു നദിക്ക് ഇന്ത്യയിലെ പഞ്ചാബിൽ എത്ര പോഷക നദികളാണ് ഉള്ളത്? 5. അപ്പൊ സിന്ധു നദിക്ക് ഇന്ത്യയിലെ പഞ്ചാബിൽ എത്ര പോഷക നദികളാണ് ഉള്ളത്? 5 പോഷക നദികളാണ് ഉള്ളത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം എവിടെയാണ്? ഡൽഹിയിലാണ് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ലക്ഷദ്വീപ് ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ വൻകരയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയാണ് ഏഷ്യ വൻകരയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം. ഭിലായി സ്റ്റീൽ ഫാക്ടറി ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ് ഭിലായി സ്റ്റീൽ ഫാക്ടറി. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് മൗണ്ട് അബു? രാജസ്ഥാനിലാണ് മൗണ്ട് അബു. 2 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഈ ചോദ്യം ഇപ്പോൾ നിലവിലില്ല, അത് നോക്കണ്ട. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്. കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത്. ഏത് തെന്നിന്ത്യൻ സംസ്ഥാനത്താണ് പോയിന്റ് കാലിമർ എന്ന വന്യജീവി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ് പോയിന്റ് കാലിമർ സ്ഥിതി ചെയ്യുന്നത്. മുംബൈ നഗരത്തിലുള്ള ഒരു പ്രശസ്തമായ വനം ഇപ്പോൾ ഒരു ദേശീയോദ്യാനമാണ്. ഏതാണത്? സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഇപ്പോൾ ഒരു നാഷണൽ പാർക്കാണ്. ഓക്കെ. ഗിർ വനം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ഗിർ വനം. ഭൂമധ്യരേഖയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് ചെന്നൈ. മുല്ലപ്പെരിയാർ ഡാം തർക്കവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടുമാണ്. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് എണ്ണ ശുദ്ധീകരണശാല ഇല്ലാത്തത്? മധ്യപ്രദേശിലാണ്. ശ്രദ്ധിക്കുക, ആന്ധ്രാപ്രദേശിലും കേരളത്തിലും തമിഴ്നാട്ടിലും എണ്ണ ശുദ്ധീകരണശാല ഉണ്ട്, മധ്യപ്രദേശിൽ ഇല്ല. നാസിക് ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി നദിയുടെ തീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്തിനാണ് പ്രസിദ്ധം? ഗ്ലാസ് വ്യവസായത്തിനാണ് ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് പ്രസിദ്ധം. വിസ്തീർണ അടിസ്ഥാനത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7 ആണ്. വിസ്തീർണാടിസ്ഥാനത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം 7. താഴെ പറയുന്നതിൽ അന്താരാഷ്ട്ര പദ്ധതി ഏതാണ്? കോസി പദ്ധതിയാണ് അന്താരാഷ്ട്ര പദ്ധതി. ചമ്പൽ, തുംഗഭദ്ര, നാഗാർജുന സാഗർ എന്നിവ അന്താരാഷ്ട്ര പദ്ധതികളല്ല, ഓർത്തിരിക്കുക. ഫറാക്ക പിന്നിട്ട് ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ഗംഗ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പത്മ എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. ഘാന പക്ഷി സങ്കേതം എവിടെയാണ്? ഭരത്പൂരിലാണ് ഘാന പക്ഷി സങ്കേതം. ഭരത്പൂർ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് സർവീസ് നടത്തുന്ന തീവണ്ടിയാണ് സംജോത എക്സ്പ്രസ്. അപ്പം സംജോത എക്സ്പ്രസ് ആണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് സർവീസ് നടത്തുന്ന തീവണ്ടി. ലക്ഷദ്വീപിലെ ഭാഷ മലയാളം. ഡച്ചിങ്കാം വന്യജീവി സങ്കേതം എവിടെയാണ്? ശ്രീനഗറിലാണ് ഡച്ചിങ്കാം വന്യജീവി സങ്കേതം. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നഗരവൽകൃതമായ സംസ്ഥാനം? ഇവിടെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് കൊടുത്തിട്ടുണ്ട്. ഇവയൊന്നും അല്ല. ഓക്കെ, ഉത്തരം. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. സദേൺ റെയിൽവേയുടെ മുഖ്യ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ചെന്നൈ ആണ്. ജമ്മുവിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഓടുന്ന ട്രെയിൻ ഹിമസാഗർ എക്സ്പ്രസ്. ജമ്മു കന്യാകുമാരി ഹിമസാഗർ എക്സ്പ്രസ്. കോളാർ സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ് കോളാർ സ്വർണ്ണഖനി.
സൂര്യോദയവും സൂര്യാസ്തമയവും കാണാവുന്ന സ്ഥലമാണ് കന്യാകുമാരി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നത്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മേഘാലയയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള നഗരം ഏതായിരുന്നു? നാഗ്പൂർ ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള നഗരം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലുള്ളത്? 92% കേരളത്തിലാണ് കൃഷി ചെയ്യുന്നത് റബ്ബർ. കാവേരിയുടെ പോഷക നദി കബനി. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖല ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖല. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒറീസയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്? ജർമ്മനി. അപ്പൊ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഒറീസയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഗ്പൂരിലാണ് നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീർ. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്റർ. 760 കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ നീളം. ഏത് നദിയുടെ പോഷക നദികളിൽ നിന്നാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചത്? സിന്ധു നദിയുടെ പോഷക നദികളിൽ നിന്നാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചത്. 5 നദികൾ. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശിലാണ് ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ സംഗമിക്കുന്നത്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ള സംസ്ഥാനം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം അല്ലാത്തത്? ഹിമാചൽ പ്രദേശ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് ഇവയെല്ലാം പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഹിമാചൽ പ്രദേശ് അതിർത്തി പങ്കിടുന്നില്ല. അമൃത്സറും ഷിംലയും ഒരേ അക്ഷാംശത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവയുടെ കാലാവസ്ഥ വ്യത്യസ്തമാണ്. ഇതിന് കാരണം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിലെ വ്യത്യാസമാണ്. അമൃത്സറും ഷിംലയും ഒരേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്നെങ്കിലും അവയുടെ കാലാവസ്ഥയ്ക്കുള്ള വ്യത്യാസത്തിന് കാരണം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിലെ വ്യത്യാസം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിലകൾ ആരവല്ലി പർവ്വതമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര. അതുകൂടാതെ ഏറ്റവും പഴക്കമുള്ള ശിലകളും എവിടെയാണ് കാണപ്പെടുന്നത്? ആരവല്ലിയിലാണ്. ഗുജറാത്തിന്റെ തെക്കു ഭാഗത്തുള്ള ഉൾക്കടലാണ് ഗൾഫ് ഓഫ് കാംബെ. അപ്പൊ ഗൾഫ് ഓഫ് കാംബെയാണ് ഗുജറാത്തിന്റെ തെക്കു ഭാഗത്തുള്ള ഉൾക്കടൽ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? പെരമ്പൂരിലാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ ഔദ്യോഗിക ഭാഷയാണ് ഉറുദു. പാക് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ബാബറി മസ്ജിദ് ഉൾപ്പെടുന്ന അയോധ്യ നഗരം ഏത് നദിയുടെ തീരത്താണ്? സരയൂന്റെ തീരത്താണ്. സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ യൂട്യൂബിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SCRT 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് ഞാനിപ്പോൾ കറന്റ് അത്ര ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് കൂടാതെ 12500 PSC ബുള്ളറ്റിൻ GK ക്വസ്റ്റ്യൻസും ഞാൻ എടുക്കുന്നുണ്ട്. അത് ഡെയിലി ഉള്ളൊരു സീരീസ് ആണ്. അപ്പം എല്ലാവരും കാണുക, പഠിക്കുക, കണ്ടിന്യൂ ചെയ്യാം. കാലാപാനി എന്ന മലയാള സിനിമയുടെ പേര് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. ഈ സ്ഥലം എവിടെയാണ്? ആൻഡമാൻ ദ്വീപിലാണ്. കാലാപാനി എന്ന മലയാള സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന സ്ഥലം ആൻഡമാൻ ദ്വീപ്. K2 മൗണ്ട് K2 കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ പേര് കാരക്കോറം. അടുത്ത ചോദ്യം, ദിഗ്ബോയ്, അസമിലെ ദിഗ്ബോയ് എന്തിനാണ് പ്രസിദ്ധം? എണ്ണപ്പാടമാണ്. ദിഗ്ബോയ് ഒരു എണ്ണപ്പാടമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപിലെ നദിയല്ലാത്തത് ഏത്? ഗംഗയാണ് പെനിൻസുലാർ റിവർ അല്ലാത്തത്. ബാക്കി മഹാനദി, ഗോദാവരി, കാവേരി എല്ലാം പെനിൻസുലാർ, അതായത് ഉപദ്വീപീയ നദിയാണ്. ഗംഗ ഒരു ഹിമാലയൻ നദിയാണ്, ഓർത്തിരിക്കുക. ഇന്ത്യയിൽ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന നഗരമാണ് ചണ്ഡീഗഡ്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ഏത് നദിയുടെ പതനസ്ഥാനത്താണ് സുന്ദർബൻസ് ഡെൽറ്റ? ഗംഗാ നദിയുടെ പതനസ്ഥാനത്താണ് സുന്ദർബൻസ് ഡെൽറ്റ. ഇന്ത്യയിൽ
ന്യൂസ് പ്രിന്റ് വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നേപ്പാ നഗറിലാണ്. അപ്പൊ നേപ്പാ നഗറിലാണ് ഇന്ത്യയിൽ ന്യൂസ് പ്രിന്റ് വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ താനെ എന്നാണ് 1853 ഏപ്രിൽ 16 ബോംബെ ടു താനെ വരെ റെയിൽവേ ഓടിത്തുടങ്ങിയത് ഇന്ത്യയിൽ. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ശ്രീഹരിക്കോട്ട ഏത് നിലയിൽ പ്രസിദ്ധം? ഉപഗ്രഹ വിക്ഷേപണം. അപ്പൊ ഉപഗ്രഹ വിക്ഷേപണത്തിനാണ് ശ്രീഹരിക്കോട്ട പ്രസിദ്ധം. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഇന്ത്യയുടെ ഏതു ഭാഗമാണ് രാജ്യത്തെ തേയിലയുടെ 3/4 ഉൽപ്പാദിപ്പിക്കുന്നത്? വടക്ക് കിഴക്കൻ ഇന്ത്യ, വടക്ക് കിഴക്കൻ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലാണ് രാജ്യത്തെ തേയിലയുടെ 3/4 ഉൽപ്പാദിപ്പിക്കുന്നത്. ബംഗാളിന്റെ ദുഃഖം ഏതാണ്? ദാമോദർ നദിയാണ്. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് മർമഗോവ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ ലാംഗ്വേജ് ആണ് പഹാരി. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് നദി ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ് ഷിയോനാഥ്. ഇന്ത്യയിൽ മഴ കൂടുതൽ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പോൾ പഞ്ചാബാണ് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന സഞ്ചാരമാർഗം ഏതാണ്? റെയിലാണ്. ഖാരിഫ് കാലം ഏത് സമയത്താകുന്നു? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് കാലം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടപ്പുറം ഏതാണ്? മറീന ബീച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? മഹാനദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ പാകിസ്ഥാനിലൂടെ ഒഴുകാത്ത നദിയാണ് ബിയാസ്. ബാക്കിയുടെ തന്നിരിക്കുന്നത് ചിനാബ്, രവി, ചലം. ഇത് മൂന്നും സിന്ധുവിന്റെ പോഷക നദികളാണ്. ചിനാബ്, രവി, ചലം മൂന്നും പാകിസ്ഥാനിലൂടെ ഒഴുകുന്നു, ബിയാസ് ഒഴുകുന്നില്ല. ഗുജറാത്തിലെ കച്ച് ജില്ലയുടെ ആസ്ഥാനമാണ് ഫുജ്. അപ്പോൾ ഫുജ് ആണ് ഗുജറാത്തിലെ കച്ച് ജില്ലയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വടക്കുള്ള തലസ്ഥാന നഗരമാണ് ശ്രീനഗർ. ഓക്കെ. അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിലെ ഒരു സംസാര ഭാഷയാണ് നിഷിംഗ്. നമ്മൾ നേരത്തെ പഹാരി ലാംഗ്വേജ് ഹിമാചൽ പ്രദേശ് പറഞ്ഞു. അരുണാചൽ പ്രദേശിലെ ഒരു സംസാര ഭാഷ നിഷിംഗ് എന്നാണെന്ന് ഓർത്തു വെക്കുക. താഴെ പറയുന്നവയിൽ ഏത് നഗരമാണ് യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യാത്തത്? ഹരിദ്വാർ ഗംഗാ നദിയുടെ തീരത്താണ്, യമുന നദിയുടെ തീരത്തല്ല. ബാക്കി മധുര, ഈ ധായാണ് ശ്രദ്ധിക്കുക. മധുര, ആഗ്ര, ഡൽഹി ഇത് മൂന്നും യമുന നദിയുടെ തീരത്താണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് ഏത് നദിയാണ്? കബനി, വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. തുളു ഭാഷ ഇന്ത്യയിൽ ഏത് പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ സംസാരിക്കുന്നു? കർണാടകയിലെ തെക്കൻ കാനറ, സൗത്ത് കാനറയിലുള്ള ആൾക്കാരാണ് തുളു ഭാഷ സംസാരിക്കുന്നത്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചലഞ്ചിൽ പറഞ്ഞ 100 ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്